ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് പുറപ്പെടും. ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമിടയിലെ നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരിൽ 20-ലേറെ മലയാളികൾ. മൃതദേഹങ്ങൾ അതിവേഗം നാട്ടിലെത്തിക്കുന്നതിന് നടപടികൾ ഊർജിതമാക്കി വിദേശകാര്യ മന്ത്രാലയം. അടിയന്തര സഹായം ഉറപ്പുവരുത്തുന്നതിനായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി. ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. സുപ്രീംകോടതി നിയോഗിച്ച 5-അംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന ആരംഭിച്ചു. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് നെതർലാൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് പുറപ്പെടും. 3-ാം തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശയാത്രയാണിത്. ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമിടയിലെ നയതന്ത്ര പങ്കാളിത്തത്തെയും ഇൻഡോ പസഫിക് സഹകരണത്തെയും ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി യാത്രയ്ക്ക് മുന്നോടിയായി മാധ്യമങ്ങളോട് പറഞ്ഞു. G20, G7 സഹകരണം ഇതിലൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി, ഊർജ്ജം, ആഫ്രിക്കൻ മെഡിറ്ററേനിയൻ മേഖല തുടങ്ങിയ വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുക. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുമായും മറ്റ് G7 നേതാക്കളുമായും ശ്രീ നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർച്ചയായ 5-ാം തവണയാണ് അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കുവൈറ്റിലെ മംഗഫ് മേഖലയിൽ തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 49 പേരിൽ 20-ലേറെ മലയാളികൾ. ഇതിൽ 15 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ 40-ലേറെ പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. പരിക്കേറ്റ 50ഓളം പേരിൽ 9 പേരുടെ നില ഗുരുതരമാണ്. അടിയന്തര സഹായം ഉറപ്പുവരുത്തുന്നതിനായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി. വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിച്ച സഹായങ്ങൾ ഉറപ്പു നൽകി. കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുമെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും കുവൈറ്റ് വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകി. മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും സ്വീകരിച്ചു വരികയാണ്. അപകടത്തിൽപ്പെട്ട മലയാളികൾക്കായുള്ള സഹായ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജും കുവൈറ്റിലെത്തും. ദുരന്തത്തിൽ സംസ്ഥാന മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി. ദുരന്തബാധിതർക്ക് അടിയന്തര ധനസഹായവും മന്ത്രിസഭായോഗം പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളിലേക്ക്. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ, മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ആരോഗ്യമന്ത്രി വീണ ജോർജും NHM ഡയറക്ടർ ജീവൻ ബാബുവും കുവൈറ്റിലെത്തും. അപകടബാധിതർക്ക് വേണ്ട സഹായം ലഭ്യമാക്കുന്നതിനായി നോർക്കയുടെ ആഭിമുഖ്യത്തിൽ ഹെൽപ്പ് ഡെസ്കും കോൺടാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട്. 1800-425-3939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഇന്ത്യയിൽ നിന്നും കോൺടാക്ട് സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കുവൈറ്റ് തീപിടുത്തത്തിൽ മരണം സ്ഥിരീകരിച്ച മലയാളികൾ കൂടുതൽ പേരും പത്തനംതിട്ട സ്വദേശികൾ. പത്തനംതിട്ട സ്വദേശികളായ 6 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം, തിരുവല്ല മേപ്രാൽ ചിറയിൽ തോമസ് ഉമ്മൻ, നിരണം സ്വദേശി മാത്യു ജോർജ്, കോന്നി അട്ടച്ചാക്കൽ സജു വർഗീസ്, വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, പന്തളം ഐരാണിക്കുഴിയിൽ ആകാശ് S നായർ എന്നിവരാണ് അപകടത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട സ്വദേശികൾ. ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ്, മലപ്പുറം കൂട്ടായി സ്വദേശി നൂഹ്, പുലാമന്തോൾ മരക്കാടത്ത് പറമ്പിൽ ബാഹുലേയൻ, കോട്ടയം പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ്, തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ്, തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശി അരുൺ ബാബു, കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ, പയ്യന്നൂർ വയക്കരയിൽ നിതിൻ എന്നിവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കി. നാളെയും മറ്റന്നാളും സമ്മേളനം മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. എന്നാൽ ആഘോഷ പരിപാടികളും അലങ്കാര ദീപങ്ങളും ഉണ്ടാവില്ല. അതേസമയം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭ നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തുവന്നു. നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേരുടെ സ്കോർ കാർഡുകൾ റദ്ദാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇവർക്ക് ഈ മാസം 23-ന് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു.
പുനഃപരീക്ഷയുടെ ഫലം ഈ മാസം 30-ന് പ്രസിദ്ധീകരിക്കും. റീടെസ്റ്റ് എഴുതിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴികെയുള്ള മാർക്ക് നില നൽകുമെന്നും സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ താറാവ്, കോഴി, കാട, മറ്റ് വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും നിരോധിച്ചു. കൈനകരി, ആര്യാട്, മാരാരിക്കുളം തെക്ക്, ചേർത്തല തെക്ക്, കഞ്ഞിക്കുഴി തുടങ്ങിയ ഇടങ്ങളിലും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ പുന്നമട, കരളകം, പൂന്തോപ്പ്, കൊറ്റംകുളങ്ങര തുടങ്ങിയ വാർഡുകളിലുമാണ് ഈ മാസം 22 വരെ നിരോധനമുള്ളത്. ആലപ്പുഴയിൽ 10 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങിയ മലയാളി ചലച്ചിത്ര പ്രവർത്തകരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിച്ചു. അഭിനേതാക്കളായ കനി കുസൃതി, ദിവ്യപ്രഭ, ഹൃദു ഹാരുൾ, അസീസ് നെടുമങ്ങാട് എന്നിവരെയാണ് ആദരിച്ചത്. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാസ്കോട്ട് ഹോട്ടലിൽ നടത്താനിരുന്ന പരിപാടി മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് മാറ്റിയിരുന്നു. സുപ്രീംകോടതി നിയോഗിച്ച 5-അംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന ആരംഭിച്ചു. എല്ലാ വർഷവും അണക്കെട്ടിൽ പരിശോധന നടത്തണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. 2023 മാർച്ചിലാണ് സമിതി അവസാനമായി അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. അതിനുശേഷം അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടെയുള്ള റോഡിന്റെ അവസ്ഥയും സംഘം പരിശോധിക്കും. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ അണക്കെട്ട് പൊളിക്കുമ്പോഴുണ്ടാകാവുന്ന പാരിസ്ഥിതിക ആഘാത പഠനത്തിനുള്ള അനുമതിക്കായി സർക്കാർ വനം പരിസ്ഥിതി മന്ത്രാലയത്തിനെ സമീപിച്ചത് തമിഴ്നാട് എതിർത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മേൽനോട്ട സമിതിയുടെ സന്ദർശനം. പരിശോധനയ്ക്ക് ശേഷം വെള്ളിയാഴ്ച സംഘം യോഗം ചേരും. സൂര്യനെല്ലി കേസിലെ അതിജീവിതയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയ മുൻ ഡിജിപി സിബി മാത്യൂസിനെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സിബി മാത്യൂസ് എഴുതിയ പുസ്തകത്തിലാണ് അതിജീവിതയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയത്. പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവരുടെ മാതാപിതാക്കളുടെയും സ്കൂളിന്റെയും വിവരങ്ങൾ നൽകിയതായും ഇത് നിയമലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്താൻ പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടം സബ് ട്രഷറിയിൽ നിന്ന് വ്യാജ ചെക്ക് ഉപയോഗിച്ച് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ 5 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ജൂനിയർ സൂപ്രണ്ടുമാരായ സാലി, സുജ, അക്കൌണ്ടന്റുമാരായ ഷാജഹാൻ, വിജയ് രാജ്, ഗിരീഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. മരിച്ചവരുടെ അക്കൌണ്ടുകളിൽ നിന്നുൾപ്പെടെ പണം തട്ടിയെടുത്തതായി ധനം വകുപ്പിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പെൻഷൻകാരിയായ ശ്രീകാര്യം ചെറുവയ്ക്കൽ സ്വദേശി എം മോഹനകുമാരി കഴക്കൂട്ടം സബ് ട്രഷറി ഓഫീസർക്കും പോലീസിലും പരാതി നൽകിയതിന് പിന്നാലെയാണ് തട്ടിപ്പ് പുറത്തായത്. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് നെതർലാൻഡ്സ് പോരാട്ടം. കിങ്സ് ടൌണിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിൽ CPIM പിന്തുണയോടെ UDF അധികാരത്തിലെത്തി. പ്രസിഡന്റായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗം R രാജുമോനെ തിരഞ്ഞെടുത്തു. വിപ്പ് ലംഘിച്ചാണ് CPIM അംഗങ്ങൾ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. CPIM വിമത നേതാവ് R രാജേന്ദ്രകുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനായിരുന്നു കോൺഗ്രസുമായി ചേർന്ന് CPIM ഔദ്യോഗിക പക്ഷം പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികളുടെ സർക്കാർ ജീവനക്കാരായ മാതാപിതാക്കൾക്കും ടൈപ്പ് 1 പ്രമേഹബാധിതരായ സർക്കാർ ജീവനക്കാർക്കും വീടിന് സമീപമുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥലംമാറ്റം നൽകാൻ സർക്കാർ ഉത്തരവ്. വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. തിരുനെല്ലി അപ്പപ്പാറ സ്വദേശി ശ്രീനിവാസനാണ് പരിക്കേറ്റത്. അപ്പപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം ഇന്ന് രാവിലെയായിരുന്നു ആക്രമണം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് പുറപ്പെടും. ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമിടയിലെ നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരിൽ 20-ലേറെ മലയാളികൾ. മൃതദേഹങ്ങൾ അതിവേഗം നാട്ടിലെത്തിക്കുന്നതിന് നടപടികൾ ഊർജിതമാക്കി വിദേശകാര്യ മന്ത്രാലയം. അടിയന്തര സഹായം ഉറപ്പുവരുത്തുന്നതിനായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി. ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരെ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. സുപ്രീംകോടതി നിയോഗിച്ച 5-അംഗ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന ആരംഭിച്ചു. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് നെതർലാൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.